നമസ്കാരം. സൂര്യരാശി ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി രാജേഷ്, അസ്ട്രോളജർ ആൻഡ് ജെം കൺസൾട്ടൻറ്റ്. 2026 ജൂൺ 28 മുതൽ ജൂലൈ 4 വരെയുള്ള ഒരാഴ്ചത്തെ ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. മേടം അഥവാ ഏരീസ് മാർച്ച് 22 മുതൽ ഏപ്രിൽ 20 വരെ. ഈ രാശിയിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാവും. കുടുംബത്തിൽ നിന്ന് പോലും എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വരാം. നേരത്തെ തീരുമാനിച്ച യാത്ര മാറ്റിവെക്കേണ്ടി വരാനും സാധ്യതയുള്ളൊരു സമയമാണ്. പല കാര്യങ്ങളും ആഴ്ചയുടെ ആരംഭത്തിൽ തടസ്സമുണ്ടാവുമെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ ഗുണകരമായിട്ട് വരുന്നതാണ്. ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പുതിയ വാഹനമോ മറ്റോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന കാലമാണിത്. ഇടവം അഥവാ ടോറസ് ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ. ഈ രാശിക്കാർക്ക് പല പുതിയ അവസരങ്ങളും ലഭിക്കുന്നൊരു ആഴ്ചയാണ്. പുതിയ പങ്കാളിയെ കൊണ്ട് നേട്ടമുണ്ടാവും, പുതിയ പ്രണയബന്ധങ്ങളുണ്ടാവും, സുഹൃത്തുക്കളെ കൊണ്ട് പല നേട്ടങ്ങളുണ്ടാവും, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായിട്ട് മാറും. അങ്ങനെ പല കാര്യങ്ങളും ഗുണകരമായിട്ട് വരുന്ന ഒരു ആഴ്ചയുടെ തുടക്കമാണ്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും തുടക്കത്തിൽ തന്നെ നല്ലതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രഷറിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കാനായിട്ട് നോക്കുക. യാത്രകൾക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ്. പങ്കാളിയെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാവും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വലിയ നേട്ടങ്ങളുണ്ടാവുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും സാധിക്കും. മിഥുനം അഥവാ ജെമിനി മെയ് 22 മുതൽ ജൂൺ 21 വരെ ഉള്ള ആൾക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു വാരമാണ്. തുടക്കത്തിൽ പല അസുഖങ്ങളും അലസതയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവും. ചെറിയ പനി, ജലദോഷം, നീരുവീഴ്ച ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാൻ വയ്യായിക അല്ലെങ്കിൽ ഒരു അലസത അങ്ങനെയൊക്കെ തോന്നാൻ സാധ്യത ഉള്ള ഒരു സമയമാണ്. എന്നാൽ ദൈവാധീനമുള്ള സമയമായതുകൊണ്ട് ഇതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വിജയിക്കാൻ സാധിക്കുന്നതാണ്. കർക്കിടകം അഥവാ ക്യാൻസർ ജൂൺ 22 മുതൽ ജൂലൈ 23 വരെ ജനിച്ചവർക്ക് ഈ ആഴ്ച വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കുന്നൊരു സമയമാണ്. ബന്ധുക്കളെ കൊണ്ട് ചില നേട്ടങ്ങളും ഉണ്ടാകും. ഉന്നത അധികാരങ്ങൾ ലഭിക്കാനും ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കാനും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനൊക്കെ സാധ്യതയുള്ളൊരു കാലമാണ്. ഭാഗ്യം കുറഞ്ഞ സമയമാണെങ്കിൽ പോലും പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നേടിയെടുക്കാൻ സാധിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങം ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 23 വരെ ജനിച്ചവർക്ക് യാത്രകൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കും. കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുകൂടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദൈവാധീനം കുറഞ്ഞ സമയമായതുകൊണ്ട് പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. പണം മുടക്കി പുതിയ ബിസിനസ് ഒന്നും തുടങ്ങാനായിട്ട് ഇപ്പോഴത്തെ സമയം നല്ലതല്ല. എങ്കിലും ഷെയർ ബിസിനസ്സിലും മറ്റും ഇടപെട്ടിരിക്കുന്നവരെല്ലാം കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നന്നായിരിക്കും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊന്നും ഇപ്പോൾ സമയം നല്ലതല്ല. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകൾ വന്നു ചേരാനും ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പണം ചിലവഴിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കന്നി അഥവാ വിർഗോ ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 23 വരെ. ഈ ദിവസം ജനിച്ചവർക്ക് വലിയ നേട്ടങ്ങളുള്ള സമയമാണ്. വളരെയധികം ദൈവാധീനമുണ്ട്. ഏറ്റവും അധികം ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്ന ഒരു കാലമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റും നിയമന ഉത്തരവ് ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അധികാരങ്ങൾ ലഭിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. പുതിയ ചുമതലകളെ കയറ്റിയെടുക്കാനും യോഗമുണ്ട്. എന്ത് ചെയ്താലും അത് ലാഭകരമായിട്ട് വരും. പങ്കാളിയെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാവും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലമാണ്. പുതിയ വാഹനം വാങ്ങാനോ പുതിയ വീട് വാങ്ങാനോ ഒക്കെ ശ്രമം ആരംഭിക്കുകയെങ്കിലും ചെയ്യാനായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. തുലാം അഥവാ ലിബ്ര സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 23 വരെ. ഈ രാശിക്കാർക്ക് പല തടസ്സങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയോ തർക്കമോ കലഹമോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപകട സാധ്യതയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രികാല യാത്രകൾ കഴിവതും ഒഴിവാക്കുക. ആയുധങ്ങളും ശസ്ത്രാസ്ത്രങ്ങളൊക്കെ ആയിട്ട് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെല്ലാം അതെല്ലാം വളരെയധികം സൂക്ഷിക്കുക. വെടിമരുന്നും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്
അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ നടത്താനായിട്ട് നോക്കുകയും വേണം. വൃശ്ചികം അഥവാ സ്കോർപിയോ ഒക്ടോബർ 24 മുതൽ നവംബർ 22 വരെ. ഈ രാശിക്കാർക്ക് ദൈവാധീനം അധികമായിട്ടുള്ളൊരു സമയമാണ്. ഏറ്റവും അധികം ദൈവാധീനം ഭാഗ്യമൊക്കെ ഉള്ളൊരു സമയം. വ്യാഴം 9-ൽ സഞ്ചരിക്കുന്ന കാലം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കും. എന്നാൽ പങ്കാളിയുമായി ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. ശത്രുക്കളിൽ നിന്നും ഉണ്ടായിരുന്ന ഉപദ്രവങ്ങളൊക്കെ മാറ്റി അവരുമായിട്ട് രമ്യതയിലെത്താൻ സാധിക്കുമെങ്കിലും പങ്കാളികൾ തമ്മിൽ ഒരു അസ്വസ്ഥതകൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടുകൂടി ചെയ്യാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാനുള്ള യോഗവും ഇപ്പോഴത്തെ സമയത്തിൽ കാണിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെല്ലാം ശുഭകരമായിട്ട് വരുന്നതാണ്. ഈശ്വരാധീനമുള്ള സമയമായതുകൊണ്ട് മറ്റു കാര്യങ്ങളിലൊന്നും ഭയപ്പെടേണ്ട സമയങ്ങളൊന്നും കാണുന്നില്ല. തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതെല്ലാം വലിയ കുഴപ്പമില്ലാതെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ധനു അഥവാ സജിറ്റേറിയസ് നവംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഈ രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു കാലമാണ്. സ്വർണ്ണാഭരണങ്ങളും മറ്റും സ്വന്തമാക്കാൻ സാധിക്കും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമായിട്ടുള്ള കാലമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായിട്ട് നടത്താൻ കഴിയും. കോടതി കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും. ശത്രുക്കളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. ദൈവാധീനം കുറഞ്ഞ കാലമായതുകൊണ്ട് പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. വീട്ടിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ യാത്ര പോകുന്നതൊക്കെ ശുഭകരമായിട്ടും വിജയകരമായിട്ടൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗിക യാത്രകൾക്കും സാധ്യതയുള്ളൊരു കാലമാണ് ഇത്. മകരം ഡിസംബർ 23 മുതൽ ജനുവരി 20 വരെ ജനിച്ചവർക്ക് വലിയ ദൈവാധീനമുള്ള ഒരു സമയമാണ്. വ്യാഴം 7-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഈശ്വരാധീനം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സെല്ലാം ലാഭകരമാകും. പങ്കാളിയെ കൊണ്ട് നേട്ടമുണ്ടാകും. പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമാണ്. നേരത്തെ കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാൻ യോഗമുള്ളൊരു സമയമാണ്. വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നേടിയെടുക്കാനൊക്കെ സാധിക്കും. കടം മേടിച്ചിട്ട് തരാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മികച്ച വിജയം നേടാൻ സാധിക്കും. കുംഭം അഥവാ അക്വേറിയസ് ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ. ഈ രാശിക്കാർക്ക് കുറച്ച് ദൈവാധീനം കുറഞ്ഞ സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. എതിരാളികളിൽ നിന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കുഴപ്പങ്ങളിൽ കൊണ്ട് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. വലിയ വലിയ വ്യക്തികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും അവരെ കൊണ്ട് ചില നേട്ടങ്ങൾ കൈവരിക്കാനും ഉന്നത ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്താനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും നേടിയെടുക്കാനുണ്ടെങ്കിൽ ഈ ആഴ്ച അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എളുപ്പം നടക്കുന്നതാണ്. മീനം അഥവാ പിസസ് ഫെബ്രുവരി 21 മുതൽ മാർച്ച് 21 വരെ. ഈ രാശിക്കാർക്ക് വ്യാഴം 5-ൽ സഞ്ചരിക്കുന്ന കാലമാണ്. ദൈവാധീനമുണ്ട്. 10ാം ഭാവത്തിലേക്ക് സൂര്യൻ നോക്കുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ട് കൂടുതൽ അധികാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്താണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ബിസിനസ്സുകാർക്കും ഈ കാലം വളരെയധികം ഗുണകരമാണ്. യാത്രകൾ കൊണ്ടും നേട്ടം കൈവരിക്കാനൊക്കെ സാധിക്കും. സഹോദരനെ സഹായിക്കേണ്ടി വരാനോ അല്ലെങ്കിൽ സഹോദരനിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാനോ ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഭയപ്പെടാനില്ല. ഭാഗ്യമുള്ളൊരു സമയമാണ്. ചില കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് നേടിയെടുക്കാനൊക്കെ സാധിക്കും. നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന നടക്കുമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നടക്കാനും നടത്തിയെടുക്കാനും സാധിക്കുന്ന വാരമാണിത്.